ചോദിച്ചു മക്കളുടെ അടുത്ത് ആരാ മക്കൾ, എനിക്കും മക്കൾക്കും ആരുമില്ല. എനിക്ക് എന്റെ മക്കൾക്ക് ഞാനും മാത്രമേ ഉള്ളൂ. അവരുടെ ഉപ്പിയും ഞാനാണ്, ഉമ്മയും ഞാനാണ്. അപ്പൊ എനിക്ക് എവിടെയെങ്കിലും പോണെങ്കിൽ എന്റെ മോനെ ഷിബുട്ടിനെ ഞാൻ അത്രയും പെർഫെക്റ്റ് ആയിട്ട് വളർത്തിയതുകൊണ്ട് തന്നെ എന്റെ മോനെ നോക്കിക്കോളും. അതെനിക്ക് വിശ്വാസമാണ്. എന്റെ മോൻ എന്റെ കുട്ടികളെ നോക്കുന്നുള്ള ഒരു വിശ്വാസത്തിന് പുറത്ത് ഞാൻ വിട്ടിട്ട് വരികയാണ്. ഓൻ ചെറുപ്പം മുതലേ എന്റെ കുട്ടികളെ നോക്കാൻ ഞാൻ എന്റെ ഇക്കാന്റെ കൂടെ കടയിൽ പോയി നിൽക്കുമ്പോൾ തന്നെ ഓൻ നോക്കലുണ്ട്. അതുകൊണ്ട് എനിക്ക് പേടിയില്ല. എവിടെ പോയാലും എനിക്ക് സമാധാനത്തിൽ നിൽക്കാം. അതുപോലെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അവന്റെ ഉപ്പുള്ള കാലത്തെ അവർക്ക് വെക്കാൻ അറിയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ആളമർത്തുക. ഞാൻ ഇന്ന് പറയുന്നത് സാജിദയെക്കുറിച്ച് തന്നെയാണ്. ഞാൻ പറഞ്ഞതുപോലെ സാജിദയെക്കുറിച്ച് ഒരു വലിയ ഗ്രന്ഥം രചിച്ചാൽ പോലും സാജിദയെ സംബന്ധിച്ച് പറഞ്ഞു തീരില്ല. അത്രമാത്രം ഓരോ ഉഡായിപ്പുകൾ ഓരോ ദിവസവും ഈ സ്ത്രീ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല ഈ സമുദായത്തെയും ഈ എന്താ പറയുക, ഈ മൊത്തം പറയിപ്പിക്കുന്ന, കുടുംബത്തെ മാത്രമല്ല എല്ലാവരെയും പറയിപ്പിച്ചുകൊണ്ടേ ഞാൻ ഇവിടുന്ന് പോകും. മാത്രമല്ല എല്ലാത്തിനും പടച്ചോനെ കൂട്ടുപിടിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ രസം. എന്ത് ഉഡായിപ്പ് ചെയ്താലും ലോകത്തുള്ള എല്ലാ ഉഡായിപ്പന്മാരും ഉഡായിപ്പികളും ചെയ്യുന്ന ഒരേ ഒരു പരിപാടിയാണ് എന്ത്? പടച്ചോനെ കൂട്ടുപിടിക്കുക. കാരണം വളരെ ഈ പറയുന്ന ഈ വേശ്യകൾ പോലും ചാരിത്ര ശുദ്ധി സംസാരിക്കുക എന്ന് നമ്മൾ പറയുമല്ലോ. അത് തന്നെ ഇവളുടെ ഈ ഉഡായിപ്പിൻ്റെ ഏറ്റവും വലിയ ഒരു ഉഡായിപ്പ്. ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇവൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ പ്രവർത്തികളേക്കാൾ അതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന. ഇപ്പോൾ ഉമ്മയെ ആട്ടി പുറത്താക്കി, അനുജത്തിമാരെ വീട്ടിൽ നിന്ന് ആട്ടി പുറത്താക്കി, അയൽവാസികളെ മുഴുവൻ വെറുപ്പിച്ചു അല്ലേ? അതോടൊപ്പം തന്നെ നാട്ടുകാരെ മുഴുവൻ വെറുപ്പിച്ചു, രാജ്യത്തുള്ള പോലീസിനെ വെറുപ്പിച്ചു, കുടുംബങ്ങളെ മുഴുവനും വെറുപ്പിച്ചു, ഭർത്താവിൻ്റെ വീട്ടുകാരെ വെറുപ്പിച്ചു. ഇനി ഒരാളെയും വെറുപ്പിക്കാൻ ബാക്കിയില്ല. എന്നിട്ട് ഈ സ്ത്രീ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്താ ചെയ്തിരിക്കുന്നത്? ഏറ്റവും വലിയ തുല്യതയില്ലാത്ത ഒരു ക്രൂരത. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു പ്രവൃത്തി. എന്തുകൊണ്ടെന്നാൽ ഈ 5 കുഞ്ഞുങ്ങളെ നോക്കണം, 8ഉം പൊട്ടും തിരിയാത്ത ഈ 5 കുട്ടികളെ രാത്രിയിൽ തനിച്ചാക്കിയിട്ടാണ് ഈ പെണ്ണ് പോകുന്നത്. ആലോചിച്ച് നോക്കി. ഇത് ഈ കമൻറ്റോളികളെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. 8ഉം പൊട്ടും തിരിയാത്ത ആരെങ്കിലും, നമ്മളൊക്കെ സാധാരണ രാത്രിയിൽ അല്ലേ, അള്ളാഹുവിൻ്റെ റസൂല് വിവേകമുള്ള അഥവാ പ്രായപൂർത്തിയായിട്ടുള്ളവർക്ക് തന്നെ ഒറ്റയ്ക്ക് കിടക്കരുതെന്ന് പറഞ്ഞിരിക്കുക. കാരണം ഒരു സ്ത്രീ ഒറ്റയ്ക്ക് കിടക്കരുത്, എന്നമാതിരി സ്ത്രീകൾ മാത്രം താമസിക്കരുത്. ഇങ്ങനെയൊക്കെ പല നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ട്. എന്തുകൊണ്ടെന്നാൽ മനുഷ്യന് എന്താണ് സംഭവിക്കുക എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഈ പറയുന്ന ചെറിയ കുട്ടികൾ താമസിക്കുമ്പോൾ ആ വീട്ടിൽ ഒരു ഒച്ചയോ അനക്കമോ അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് പേടിപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ മതി ഈ കുട്ടികൾ ബോധം കെട്ട് വീഴാൻ. അതുപോലെ തന്നെ വല്ല അസുഖമുണ്ടായാൽ ഈ ചെറിയ കുട്ടികൾക്ക് സംരക്ഷിക്കാൻ കഴിയുമോ? അപ്പോൾ ഈ കുട്ടികളെ രാത്രിയിലൊക്കെ തനിച്ചാക്കിയിട്ട് ഈ പെണ്ണ് പോവുകയാണ്. എവിടുക്കുക എന്നില്ലാതെ യാത്ര തിരിക്കുകയാണ് രാത്രിയിൽ. മോനെ ഷിബുട്ടിനെ ഞാൻ അത്രയും പെർഫെക്റ്റ് ആയിട്ട് വളർത്തിയതുകൊണ്ട് തന്നെ എന്റെ മോനെ നോക്കിക്കോളും. അതെനിക്ക് വിശ്വാസമാണ്. എന്റെ മോൻ എന്റെ കുട്ടികളെ നോക്കുന്നുള്ള ഒരു വിശ്വാസത്തിന് പുറത്ത് ഞാൻ വിട്ടിട്ട് വരികയാണ്. ഓൻ ചെറുപ്പം മുതലേ എന്റെ കുട്ടികളെ നോക്കാൻ ഞാൻ എന്റെ ഇക്കാന്റെ കൂടെ കടയിൽ പോയി നിൽക്കുമ്പോൾ തന്നെ ഓൻ നോക്കലുണ്ട്. അതുകൊണ്ട് എനിക്ക് പേടിയില്ല. എവിടെ പോയാലും എനിക്ക് സമാധാനത്തിൽ നിൽക്കാം. അതുപോലെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അവന്റെ ഉപ്പുള്ള കാലത്തെ അവർക്ക് വെക്കാൻ അറിയാം. ഞങ്ങളില്ലെങ്കിലും കടയിലാണെങ്കിലും അവര് കഞ്ഞി വെക്കും, ചോറ് വെക്കും, കറി വെക്കും, രസം വെക്കും, ഉപ്പേരി ഉണ്ടാക്കും, മുട്ട പൊരിക്കും, അങ്ങനെ എല്ലാ സംഭവം എന്റെ മക്കൾ ചെയ്യും. അപ്പൊ അതിന് എന്നിട്ടോ ഇത്രയും വലിയ കൊടും ക്രൂരത ചെയ്യുന്നു എന്ന് മാത്രമല്ല, എന്നിട്ട് പറയുകയാണ് അത് അവർക്ക് എന്തെങ്കിലും പറ്റിയാൽ എൻ്റെ നമ്പറുണ്ട് നോക്കണം. എന്താപ്പാ പറയുന്ന അടുത്ത ഈ കുട്ടികൾ, അതിലുള്ള ഈ 5 കുട്ടികൾക്ക് ഒന്നും പറ്റാതിരിക്കട്ടെ, പക്ഷേ എന്തെങ്കിലും ഒരു അബദ്ധവശാൽ എന്തെങ്കിലും ഒന്ന് പറ്റി, അല്ലെങ്കിൽ രാത്രിയിൽ ഒരു കള്ളൻ വന്നു, അങ്ങനെയൊക്കെ സംഭവിക്കാറ്. കുട്ടികൾ മാത്രമുള്ളൂ. മാത്രമല്ല ഇവരുടെ ഈ രഹസ്യങ്ങളൊക്കെ പുറത്തുള്ള എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. ഇവൾ തന്നെ ഇത് വിളിച്ചു പറയുന്നുണ്ട്, ഞാനിതാ പോണേ, ഞാനിതാ വരുന്നേ എന്നൊക്കെ. അപ്പോൾ ഈ കുട്ടികളെ തനിച്ചാക്കിയിട്ട് പോകുന്ന ഈ കാര്യമൊക്കെ ഈ സ്ത്രീ പരസ്യമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഏതെങ്കിലും ഒരു വിളവൻ സ്വാഭാവികമായിട്ടും ഇവരുടെ അടുക്കൽ നല്ല പണമുണ്ട്, സമ്പത്തുണ്ട്, സ്വർണമുണ്ട് അല്ലേ, അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഇനി കുട്ടികളെ പേടിപ്പിച്ച് അതിൽ നിന്ന് എന്തെങ്കിലും എടുക്കാൻ വേണ്ടി വന്നാലോ പലതും സംഭവിക്കാം. അതോടൊപ്പം തന്നെ ശത്രുക്കളല്ലാതെ അവൾക്ക് മിത്രങ്ങളായിട്ട് ആരുമില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുക. എന്നിട്ട് പോലും ഈ പാപം ഈ 5 കുട്ടികളെ ഒറ്റക്കാക്കിയിട്ട് ആലോചിച്ച് നോക്കുക. അപ്പം നിങ്ങൾ ഈ കുട്ടികളെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് എന്താ പറയുക, അതിനവൾ പറയുന്ന ന്യായമുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ കുട്ടികളെ പുറത്ത് കൊണ്ടുപോയിട്ട് ഞങ്ങൾ താമസിക്കുന്നുണ്ട്, ഞങ്ങൾ ഭക്ഷണം ഒന്നിച്ചു പോയി കഴിക്കുന്നുണ്ട്,
എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ മുഴുവനും അവർക്ക് വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അവരുടെ ഇഷ്ടപ്രകാരം നോക്കണം എന്ന് പറഞ്ഞാൽ എന്ത് തോന്നിവാസം ചെയ്താലും കുട്ടികളോട് ഞാൻ യാതൊരു എതിർപ്പും പറയുന്നില്ല എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. ആലോചിച്ച് നോക്കൂ. പക്ഷേ എന്നിരുന്നാൽ തന്നെയും യഥാർത്ഥത്തിൽ ഈ ഒരു പ്രവൃത്തി ആലോചിച്ച് നോക്കി, ഈ കുട്ടികൾ ഏത് രീതിയിൽ ഈ സമൂഹത്തിൻ്റെ ഒരു മുതൽക്കൂട്ടായി വളരേണ്ട കുട്ടികളാണിത്. ആ കുട്ടികളോട് ഇപ്പം ചെയ്തിരിക്കുന്ന പണി എന്താണ്? ഞാനിതാ വരുന്നു മക്കളെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പറയുന്നത് മുഴുവനും പച്ച നുണ. എൻ്റെ കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റിയാൽ അവർ അയൽവക്കത്തെ ആളുണ്ട്, അപ്പുറത്തെ ആളുണ്ട്, മറ്റവരുണ്ട്, എല്ലാവരെയും വെറുപ്പിച്ചിട്ടാണ് പോണത്. മാത്രമല്ല എങ്ങോട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ എനിക്ക് ക്രീമിൻ്റെ കച്ചവടം രാത്രിയിൽ ക്രീമിൻ്റെ കച്ചവടം നടത്തിയാലുള്ള സ്ഥിതി എന്താണ്? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാൻ കഴിയുന്നതിനനുസരിച്ച് പോലീസ് അവൾക്ക് കേസെടുത്തിരിക്കുന്നു, അഥവാ ചൈൽഡ് ലൈനും കേസെടുത്തിട്ടുണ്ട്. അതായത് ബാലാവകാശ കമ്മീഷൻ ഇവൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കാരണം എടുക്കേണ്ട വകുപ്പാണല്ലോ ഇപ്പോൾ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇതുവരെ ഇപ്പോൾ ഈ രമ മേഡം എന്ന് പറയുന്ന സ്ത്രീയുടെ കേസ് വേറെയുണ്ട്. അതോടൊപ്പം തന്നെ സഫീന കൊടുത്ത കേസ് കിടക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടനേകം കേസുകളുടെ കൂമ്പാരമാണ് ഈ സാജിക്കെതിരെ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എന്താ ഇത്രയും വലിയ കേസുണ്ടായിട്ട് പോലും ഈ സ്ത്രീയുടെ ചാനലിന് ഒന്നും പറ്റുന്നില്ലല്ലോ? ഇതാണ് പിന്നെ പലരും ചോദിക്കുന്നത്. കാരണം ആരിസ് മദനി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ചാനലിൽ ചെറിയ എന്തോ ഒരു അബദ്ധം പറഞ്ഞതിനാണ് അദ്ദേഹത്തിൻ്റെ ചാനൽ പൂട്ടിയത്. പക്ഷേ ഇത്രയും ഉഡായിപ്പുകൾ പരസ്യമായിട്ട് പറയുകയും ഈ കുട്ടികളോടും ഉമ്മയോടും ഒക്കെ, ഇപ്പോൾ ഉമ്മയോട് മാത്രമല്ല മക്കളോടും തികച്ചും അന്യായം ചെയ്തിരിക്കുന്നു. കാരണം അവർക്ക് കുട്ടികളല്ലേ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടപ്പെട്ടത് മുഴുവൻ ഇപ്പോൾ കൊടുക്കുകയാണ്. അവർക്ക് എന്താ വേണ്ടത് നോക്കണത്. സാധാരണ എനിക്ക് എന്നിട്ട് എൻ്റെ പടച്ചോൻ എന്നെ സഹായിക്കും, എനിക്ക് എൻ്റെ പടച്ചോനുണ്ട്. ഇത് ഈ ഉഡായിപ്പ് സ്ത്രീകളും പുരുഷന്മാരും പറയുന്ന വാക്കാ. ഈ കള്ളന്മാർ മുഴുവനും ഇത്തരത്തിലുള്ള ഉഡായിപ്പ് വാക്കുകൾ പറയുന്നത് എന്തിനാണ്? ഒരിക്കലും വിശ്വാസത ഇല്ലാത്ത ഇവരുടെ വാക്കുകളാണ് അവർ പറയുന്നത്. അപ്പോൾ അവർക്ക് തന്നെ അറിയാം നമ്മളുടെ വാക്കുകൾ ആരും വിശ്വസിക്കില്ലെന്ന്. അപ്പോൾ അതുകൊണ്ട് അവർ എപ്പോഴും ഒരു പടച്ചോനെ പിടിച്ച് സത്യം ചെയ്യും, അപ്പുറത്തുള്ള ഔലിയാനെ പിടിച്ച് സത്യം ചെയ്യും, ജാരത്തെ പിടിച്ച് സത്യം ചെയ്യും. ഈ ഉഡായിപ്പ് സ്ത്രീകളും എല്ലാവരും ഇങ്ങനെയാണ്. കാരണം എങ്ങനെയെങ്കിലും തൻ്റെ ഈ വാക്കുകൾ മുഴുവനും വിശ്വാസത ഇല്ലാത്തതാണെന്ന് അവർക്ക് ബോധ്യപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും കള്ളം പറഞ്ഞ് വിശ്വസിപ്പിക്കണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കാട്ടിക്കൂടലുകളൊക്കെ പറയുന്നതിന് ഒരു അംശം സാധാരണ ഉണ്ടാവുമല്ലോ. ഒരു ഡെസ്മൽ എന്ന് പറഞ്ഞാൽ ഒരു പോയിൻ്റ് 0.001% അതിലൊന്നും സത്യമില്ലാതെ വെറും നുണ മാത്രം പറഞ്ഞ് ആരെയും പേടിയില്ല. എന്നിട്ട് പറയാണ് ആ സ്ത്രീ മുസ്ലിമാണോ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ ഏതെങ്കിലും ഒരു ചട്ടക്കൂടിൽ ജീവിക്കണ്ടേ? ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ചട്ടക്കൂടിൽ ജീവിച്ചെങ്കിലല്ലേ ഇന്ന മതക്കാരി എന്നെങ്കിലും പറയുക. പക്ഷെ അവൾ പ്രത്യേകിച്ച് ഈ വളർന്നു വന്ന ഈ മതത്തോട് വളരെയേറെ ആഭാസകരമായിട്ട് പ്രവർത്തിക്കുന്ന ആ മതത്തിന് കരിവാരി തേക്കുന്ന, ആ മതത്തിനെതിരെ മണ്ണ് വാരിയിടുന്ന, ചളിവാരി എറിയുന്ന ഈ പെണ്ണ് 2-3 അറബ് പ്രയോഗങ്ങൾ മാത്രം നടത്തുന്നുണ്ട്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, മറ്റേ ഈ 2 വാക്കുകളാണ് ഇപ്പോൾ ഈ നമ്മളെ നൂർ ഹബീബ് എന്ന് പറയുന്ന തങ്ങൾ വരെ നടത്തുന്ന ഈ 2-3 അറബ് പദം മാത്രമാണ്. ഇത് തന്നെയാണ് ഇപ്പോൾ ഈ ഉഡായിപ്പ് സ്ത്രീ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മതത്തിൻ്റെ യാതൊരു നിയമനിർദ്ദേശങ്ങളും പാലിക്കുന്നില്ല. മതത്തിൻ്റെ സാധാരണ രീതിയിൽ നമ്മൾക്കൊക്കെ കുറേ എല്ലാവരും പൂർണ്ണമായിട്ട് പാലിക്കാത്തവരാണെങ്കിലും ഏകദേശം ഒരു 10% മതനിർദ്ദേശങ്ങൾ പാലിക്കുന്നവരാണല്ലോ ഈ ലോകത്തൊക്കെയുള്ള എല്ലാ മതക്കാരും. അപ്പോൾ ഈ സ്ത്രീയോ അതിൻ്റെ ഒരു 0.100% പോലും എന്ത് പാലിക്കുന്നില്ല? ഈ ഇസ്ലാമിക നിർദ്ദേശങ്ങളെ ഒരു അംശം പോലും പാലിക്കുന്നില്ല. എന്നിട്ട് അവിടെ മുഴുവനും കൂട്ടുപിടിക്കുന്നതോ പടച്ചോനെയാണേനു. അപ്പോൾ എൻ്റെ പടച്ചോനുണ്ടാവും, എൻ്റെ പടച്ചോനുണ്ടാവും, എൻ്റെ ശത്രുക്കളെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അപ്പോൾ എന്താ സംഗതി എന്ന് ചോദിച്ചാൽ അന്ധവിശ്വാസത്തിൻ്റെയും മറ്റു കൊട്ടയാണ്. അപ്പോൾ ശത്രുക്കളെ ഇത്തരത്തിലുള്ള കോയിമുട്ടമ്മ പണിയെടുത്ത് അതിനുള്ള മാരണക്കാരെ ഒത്തിരിക്കുന്നുണ്ട്. കാരണം ഇങ്ങോട്ട് വാ ഇവളെ ഇഷ്ടംപോലെ പൈസ ഉണ്ട്, അടിസ്ഥാന വിശ്വാസം നഷ്ടപ്പെട്ടവളുമാണ്. അപ്പോൾ ഇവളെ സംബന്ധിച്ചിടത്തോളം ഈ അന്ധവിശ്വാസങ്ങളും ദർഗയിൽ പോയിട്ടും അവിടെ കോയിമുട്ട കുഴിച്ചിട്ടിട്ടും തേങ്ങ പണിയെടുത്തിട്ടും ഒക്കെ ആയിട്ട് സ്വാഭാവികമായിട്ടും ശത്രു സംഹാരം. അതല്ല ഇനി ഹിന്ദു ജ്യോത്സ്യന്മാരാണ്, അല്ലെങ്കിൽ ഹിന്ദു വിഘ്നേശ്വര ക്ഷേത്രം, എന്ത് തടസ്സങ്ങൾ നീക്കാനുമുള്ള വിഘ്നേശ്വര ക്ഷേത്രം, ഇത്തരത്തിലുള്ള എല്ലാ ടീമുമായിട്ടും ഈ സ്ത്രീക്ക് ബന്ധമുണ്ട്. അങ്ങനെ തനിക്ക് ഏറ്റവും വലിയ അഭിവൃദ്ധി ഉണ്ടാക്കുക, അതാണ് ഈ ധൈര്യം.
എനിക്കിപ്പോൾ എൻ്റെ കൂടെയാണ് പടച്ചോൻ എന്ന് പറഞ്ഞത് എന്താ, ഏതോ ഒരു ജ്യോത്സ്യനെ പിടിച്ചിട്ടുണ്ട്. അത് ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ എന്നൊന്നും പറയാൻ വയ്യ. ആ ജ്യോത്സ്യൻ നല്ല പൈസ വാങ്ങുകയും എന്തൊക്കെയോ കാട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പൈസ ഇഷ്ടം പോലെ കൊടുത്തിട്ട് പറയുകയാണ്, നിനക്ക് എല്ലാ നിലക്കും എല്ലാ സൗകര്യങ്ങളും, നിനക്ക് യാതൊരു പ്രശ്നവും നിൻ്റെ ചാനലിനും വരികയില്ല, നിനക്ക് വരുമാനം വർദ്ധിച്ചേ കൊണ്ടേയിരിക്കും, നിനക്ക് ആയുസ് വർദ്ധിക്കും, നിൻ്റെ ശത്രുക്കളെ നീ വിചാരിക്കുന്നത് പോലെ തന്നെ ഭൂമിയിൽ നിന്ന് മൊത്തമായിട്ട് ഞാൻ ഇല്ലാതാക്കി തരാം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓരോ ആഴ്ച കൂടുന്തോറും ഈ സ്ത്രീ ഇത്തരത്തിലുള്ള ഈ അന്ധവിശ്വാസത്തിൻ്റെ പറയുന്ന ഈ ജ്യോത്സ്യന്മാരുടെ അടുക്കൽ പോകുന്നുണ്ട് എന്ന് തന്നെയാണ് അറിയുന്നത്. യാതൊരു സംശയവുമില്ല. പടച്ചോൻ, അവളുടെ പടച്ചോൻ അതാണ്, ജ്യോത്സ്യനാണ്. അതല്ലാത്ത ഈ പറഞ്ഞു കൊടുക്കുന്ന ഈ മാരണക്കാരനാണ്. ആ മാരണക്കാരൻ എല്ലാവിധ സംരക്ഷണങ്ങളും നിനക്ക് ചെയ്തു തരാമെന്ന് അവരേറ്റിട്ടുണ്ട്. ഇഷ്ടംപോലെ കാശ് കിട്ടിയാൽ മതിയല്ലോ. ജ്യോത്സ്യനെ സംബന്ധിച്ചിടത്തോളം പറയുന്ന വാക്കുകൾക്ക് എന്ത് വിശ്വാസ്യതയാണ് ഈ പറഞ്ഞ അതിലുള്ളത്? ഒരു 500-1000 വാക്കുകൾ പറയുമ്പോൾ ഏതെങ്കിലും ഒന്ന് ഫലിച്ചെന്ന് വരും. അതിപ്പോൾ ആര് സാധാരണ രീതിയിൽ ആര് പറഞ്ഞാലും ഏതെങ്കിലും ഒന്ന് ഫലിക്കുമല്ലോ. അപ്പം ഞാൻ പറയുന്നത് ഇപ്പോൾ അതല്ല. ഈ കുട്ടികളെ നട്ടപ്പാതിരാക്കി അഥവാ രാത്രിയിൽ തനിച്ചാക്കി പോയി എന്ന സംഭവം ലോകം മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇത് അവൾ പബ്ലിസിറ്റിയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ചൈൽഡ് ലൈനും അതോടൊപ്പം തന്നെ പൊതുപ്രവർത്തകരും ഒക്കെ ഇപ്പോൾ ഇവൾക്കെതിരെ നീങ്ങാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. ഇവൾക്ക് ഒട്ടനേകം കേസുകളുണ്ട്. ആ കേസിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇവളെ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ ഇവൾ കണ്ടമാനം കാലം ജയിലിനകത്ത് കിടക്കേണ്ടി വരും. പക്ഷേ പിന്നെ എന്താണ് ഇതൊക്കെ തട്ടിമാറ്റുന്നത്? ഈ പറയുന്ന മാരണക്കാരൻ്റെ കുതിരത്ത് കൊണ്ടാണോ? അതോടെ ഈ പ്രതിരോധ സംവിധാനം അഥവാ ശത്രു സംഹാര പ്രക്രിയയുമായിട്ട് വളരെ വൈദഗ്ധ്യമായിട്ട് ഈ സ്ത്രീ ചെയ്യുന്നത് കൊണ്ടാണോ ഈ സ്ത്രീക്ക് ഈ ഉഡായിപ്പിന് യാതൊരു എന്താ പറയുക ഒരു 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 അവസാനവും ഉണ്ടാകുന്നില്ല. സത്യത്തിൽ ആരുടെയും മാരണം ഇവൾ കേൾക്കാതെ ഇവളുടെ മാരണം മറ്റുള്ളവർക്ക് കേൾക്കുന്ന ഒരവസ്ഥയിൽ ഒരു ജ്യോത്സ്യൻ ഇവളെ സുരക്ഷിതയാക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ സത്യത്തിൽ എന്താണ് ഇപ്പോൾ അതിന് മനസ്സിലാക്കേണ്ടത്? എന്താ, ഒന്നും ബാധിക്കുകയില്ല എന്ന് ഈ ജ്യോത്സ്യൻ പറഞ്ഞ ആ ധൈര്യത്തിലാണ് ഇപ്പം നടക്കുന്നത്. മാത്രമല്ല രാത്രിയിൽ അവിടെ പോയി എന്ന് പറയുന്നതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിഷയമേ അല്ല. എത്ര ആളുകൾ രാത്രിയിൽ പോകുന്നു വരാന്ന് അതൊന്നും നമുക്കറിയില്ല. പക്ഷേ പരസ്യമായിട്ട് ഈ കുട്ടികളെ ഒറ്റക്ക് രാത്രിയിൽ താമസിപ്പിച്ചു എന്ന് പറയുന്ന വിവരം ഈ സ്ത്രീ പബ്ലിസിറ്റി അഥവാ പരസ്യമാക്കിയ കാരണത്താൽ ഈ സ്ത്രീക്ക് ശരിക്ക് കഠിനമായിട്ടുള്ള ശിക്ഷ വരേണ്ടതാണ്. അത് ഉടനെ സംഭവിക്കുമെന്ന് തന്നെയാണ് പറയാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.